ഇപ്പോൾ ഓൺലൈൻ നിക്കാഹിൻ്റെ കാലമാണല്ലോ. പെൺകുട്ടിയുടെ പിതാവിന് പകരം വലിയായി മറ്റൊരാളെ ഇരുത്തുന്നതും അതുപോലെ സ്വീകരിക്കാൻ വരന് പകരം മറ്റൊരാളെ ഇരുത്തുന്നതും അനുവദനീയമായ കാര്യമാണ്. ഇതെഴുതി ചോദിച്ചിരിക്കുന്നത് അൻസാറുദ്ദീനാണ്, മലപ്പുറത്ത് നിന്നും. നൂറുകണക്കിന് ഫോൺ കോളുകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ. അതിപ്പോൾ ഇങ്ങനൊരു കത്ത് വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് അതിൻ്റെ ആൻസർ പറയേണ്ടി വരുമായിരുന്നു. കാരണം എല്ലാ ആളുകളും കരുതിയിരിക്കുന്നത് പെൺകുട്ടിയുടെ ഉപ്പ ഇല്ലാതെ പോയാൽ, പെൺകുട്ടിയുടെ ഉപ്പ സ്ഥലത്തില്ല, അല്ലെങ്കിൽ ആ ഉപ്പയുമായി പെണ്ണ് പ്രശ്നത്തിലാണ്, ഉപ്പ പറയുന്നു ഞാൻ പെണ്ണിൻ്റെ നിക്കാഹ് നടത്തി കൊടുക്കാൻ വരില്ല, അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തിൽ ഉപ്പയുടെ സ്ഥാനത്ത് മറ്റൊരാളെ ആ നിക്കാഹ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കൽ പെണ്ണിന് അനുവദനീയമാണ്. അയാൾ അത് നടത്തി കൊടുക്കുകയും ചെയ്യാം. അതിന് വക്കാലത്തിൻ്റെ നിക്കാഹ് എന്നാണ് പറയാം. ഇപ്പോൾ എൻ്റെ മോളുടെ കല്യാണം നടക്കുന്നു, ഞാൻ ഗൾഫിലാണ്, എനിക്ക് നാട്ടിലെത്താൻ കഴിയാത്ത വിധം അവിടുത്തെ ജയിലിലോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിപ്പോയി എന്ന് കരുതുക, ഉദാഹരണത്തിന്. അപ്പോൾ മോള് എന്ത് ചെയ്യുന്നു, ഉപ്പാടെ നിക്കാഹ് നടത്താൻ വേണ്ടിയിട്ട് ഉപ്പ ഫോണിലൂടെ നീ എൻ്റെ മോളുടെ നിക്കാഹ് നീ നടത്തി കൊടുക്കണമെന്ന് മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിനാണ് വക്കാലത്തെന്ന് പറയാം. അത് സർവ്വസാധാരണമായി ചില സ്ഥലത്തൊക്കെ നടന്നു വരുന്നുണ്ട്. ഉപ്പ കള്ളൂടിയനായിട്ടൊക്കെ നടന്നു, ഞാൻ നിക്കാഹിന് വരൂല എന്നൊക്കെ പറഞ്ഞ് മാറിപ്പോയി, അപ്പോൾ അന്നേരം ഒരു വക്കാലത്തിൻ്റെ നിക്കാഹ് നടത്തുന്നു. അങ്ങനെയൊക്കെ ധാരാളം നടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്വീകരിക്കുന്ന വരനെക്കുറിച്ചാണ്. ഞാൻ നിൻ്റെ നിക്കാഹ് സ്വീകരിച്ചു എന്ന് പറയുന്ന വരൻ. ഇപ്പോൾ ഈ 21 വയസ്സ് വേണം എന്ന ഒരു പ്രായം ഗവൺമെൻറ് കൊണ്ടുവന്നല്ലോ പെൺകുട്ടികൾക്ക്. അങ്ങനെ ഒരു പ്രായത്തിൻ്റെ വിഷയം ചർച്ച വന്നപ്പോൾ തന്നെ നിക്കാഹ് തീരുമാനിച്ചു വെച്ചിരുന്നു 18 വയസ്സിലും 19 വയസ്സിലും ഒക്കെ. അപ്പോൾ അവർക്ക് ആകെ പ്രശ്നങ്ങളായി. ഇനി ഗൾഫിൽ നിന്ന് വരൻ വരുന്നതിന് 2 വർഷം കഴിയും, അല്ലെങ്കിൽ 1 വർഷം കഴിയും. ഇനി 6 മാസം കഴിഞ്ഞ് വരുമ്പോൾ ഇവർക്ക് വീട് കൂടാനും കുടുംബജീവിതം നയിക്കാനും കഴിയില്ല, കാരണം നിക്കാഹ് തീരുമാനിച്ചിരിക്കുകയാണ്, എന്താണ് ചെയ്യുക? അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അത്യാവശ്യം അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുന്നില്ല. ഈ സമയത്ത് പെണ്ണ് വലിയനെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ ഭർത്താവാകുന്ന സഹോദരൻ വരൻ തൻ്റെ നിക്കാഹ് സ്വീകരിക്കാൻ വേണ്ടി മറ്റൊരാളെ, അവനിഷ്ടപ്പെട്ട അവൻ വിശ്വസ്തനായ ഒരാളെ എൻ്റെ നിക്കാഹ് സ്വീകരിക്കാൻ വേണ്ടി അവനെ ഏൽപ്പിക്കാം, വക്കാലത്ത് ഏൽപ്പിക്കാവുന്നതാണ്. ഇതിപ്പോഴാണ് പലരും അറിയുന്നത്. ഇസ്ലാമിൽ അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട് പ്രിയപ്പെട്ടവർ, നിക്കാഹുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു തടസ്സവും ഒരു ബുദ്ധിമുട്ടും അതിൽ വരുന്നില്ല. അപ്പോൾ ഇന്നാരുടെ മകനെ ഇന്ന ആളുടെ മകന് വേണ്ടിയിട്ട് ഇന്ന ആളുടെ മകളുടെ നിക്കാഹ് ഞാൻ സ്വീകരിക്കുന്നു എന്ന് അവിടെ നിക്കാഹിൽ പറയണം. അത് നിക്കാഹ് നടത്താൻ വന്നിരിക്കുന്ന ഉസ്താദ് നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരും എന്താണ് നിങ്ങൾ പറയേണ്ടത്. അതിപ്പോൾ നമ്മൾ അൽജവാബിൽ പറയേണ്ട കാര്യം, കാരണം ഇവിടെ ഇപ്പോൾ നിക്കാഹ് നടക്കാൻ പോകണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പോൾ അത് ആ നിക്കാഹിന് സമയമാകുമ്പോൾ ഉസ്താദ് അതിൻ്റെ സ്വീകരമൊക്കെ പറഞ്ഞു തരും. അതനുസരിച്ച് ഇരിക്കുന്ന ആൾ പറയുക, മറ്റേ ആളും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അവിടെ അതിനൊരു നിയമമുണ്ട്. അത് പുതിയതായിട്ട് പഠിച്ചതോ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്തതോ അല്ല, കാലങ്ങളായി നിലനിൽക്കുന്ന നിയമമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു 21 വയസ്സായതുകൊണ്ട് ഉസ്താദുമാരുണ്ടാക്കി വെച്ച നിയമമല്ല ഈ വക്കാലത്തിൻ്റെ നിയമം എന്ന് പറയുന്നത്. അത് കാലങ്ങളായി ഇസ്ലാമിൽ നിലനിന്നു പോകുന്ന ഒരു നിയമമാണ്. അപ്പോൾ ഇങ്ങനെ വരനോ പെണ്ണിൻ്റെ ഉപ്പാക്കോ എത്താൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ ഈ രീതിയിലൂടെ നിക്കാഹ് നടത്താവുന്നതാണ്. അല്ലാതെ ഈ ഓൺലൈൻ നിക്കാഹ് എന്ന് പറഞ്ഞ രീതിയിൽ ചെറുക്കൻ അവിടെ, പെണ്ണവിടെ, വാപ്പ ഇവിടെ, എല്ലാവരും അവിടെ ഇരുന്നിട്ട് സൂമിലൂടെ അങ്ങനെ നിക്കാഹ് നടത്തുക, അതല്ല ഈ നിക്കാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വക്കാലത്തിൻ്റെ നിക്കാഹാണ്, അത് ഇസ്ലാം അനുവദിക്കുന്നതുമാണ്.